ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 65 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ഹാരം നിദംബഭുവികാജനധാരയന്തി കാഞ്ചീഞ്ച കണ്ഠഭുവി ദേവസമാഗതത്വം ഹാരിത്വമാത്മജഗനസ്യ മുകുന്ദദുഭ്യം വ്യക്തം ബഭാഷൈവ മുക്തമുഖീ വിശേഷാൻ. അന്വയം അർത്ഥം. മുകുന്ദ കൃഷ്ണ, ദേവ അല്ലയോ ഭഗവാനെ, ഹാരം മാലയെ, നിദംബ ഭുവി അരക്കെട്ടിലും, കാഞ്ചീം അരഞ്ഞാൻ, കണ്ഠഭുവി കഴുത്തിലും, ധാരയന്തി ധരിക്കുന്നവളായി, ത്വാം അങ്ങയെ സമാഗത പ്രാപിച്ചു. കാചന ഒരു, മുക്താംഗി മോഹനമുഖത്തോടു കൂടിയ ഗോപിക, ആത്മജഗനസ്യ വിശേഷാൻ ഹാരത്വം തൻ്റെ നിതംബത്തിൻ്റെ പ്രത്യേകമായ മനോഹാരിതയെ, തുഭ്യം അങ്ങയോടായിക്കൊണ്ട്, വ്യക്തം സ്പഷ്ടമായി, ബഭാഷ ഇവ വിളിച്ചറിയിക്കുന്നതായി തോന്നി. ഹരിവും. സാരം. വേണുനാദം കേട്ടപ്പോൾ മാല നിതംബത്തിലും അരഞ്ഞാൻ കഴുത്തിലും അണിഞ്ഞ ഒരു ഗോപസുന്ദരി തൻ്റെ അരയുടെ ഹാരമണിഞ്ഞ അവസ്ഥ അഥവാ മനോഹാരിതയെ വിളിച്ചറിയിച്ച് എന്ന് തോന്നി. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. കാചിൻ കുജേ പുനരസഞ്ചിത കഞ്ചുളീക വ്യാമോഹദാ പരവധൂഭിൻ അലക്ഷ്യമാണ ത്വാമായയൗ നിരുമാ പ്രണയാദിഭാര രാജ്യാഭിഷേകവിധയേ കലശീധരേവ. അന്വയം അർത്ഥം. കാചിൻ വേറൊരു ഗോപവനിത, പുന അലങ്കാരത്തിന് ശേഷം, കുചേ മാറിൽ, അസഞ്ചിത കഞ്ചുളീക വസ്ത്രം ധരിക്കാതെ, പരവധൂഭി പരസ്ത്രീകളാൽ, വ്യാമോഹിത അലക്ഷ്യമാണ സംഭ്രമം നിമിത്തം കാണപ്പെടാതെ, നിരൂമ പ്രണയാധിഭാരരാജ്യ അഭിഷേക വിധയെ അത്യധികമായ പ്രേമാധിഭാരമാകുന്ന രാജ്യാഭിഷേക കർമ്മത്തിനായി, കലശീധര ഇവ കുടം എടുത്തവൾ എന്ന പോലെ, ത്വാം അങ്ങയെ ആയവ് പ്രാപിച്ചു. ഹരിവും. സാരം. മറ്റൊരു സുന്ദരി മാറിൽ വസ്ത്രമൊന്നും ധരിക്കാതെയും വേണുനാഥ ശ്രവണത്താൽ ആകൃഷ്ടചിത്തകളായി സംഭ്രമിച്ചു പോകുന്ന മറ്റുള്ള സ്ത്രീകളാൽ മറയ്ക്കാത്തവളായി കാണപ്പെടാതെയും, അസാമാന്യമായ പ്രണയമെന്ന അധിഭാരം എന്ന രാജ്യഭാരത്തിൻ്റെ അഭിഷേകത്തിനായി കുശലങ്ങൾ ധരിക്കുന്നവൾ എന്ന പോലെ ഇരിക്കുന്നവളായി അങ്ങയുടെ അടുത്തു വന്നു.